മകരം രാശിക്കാരെ, ഈ ആഴ്ച നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഒരു കാര്യം നിങ്ങളുടെ മനസ്സിൽ വലിയ പ്രതീക്ഷയും അതേസമയം ചെറിയൊരു മുന്നറിയിപ്പും നൽകും. ഏറെ നാളായി മുടങ്ങിക്കിടന്ന ഒരു കാര്യം അപ്രതീക്ഷിതമായി മുന്നോട്ട് പോകാൻ സാധ്യത കാണുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ നഷ്ടമാകാൻ സാധ്യത കാണുന്നു. ഈ ആഴ്ചയുടെ അവസാന ഭാഗത്ത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയോ അവസരമോ എത്തിച്ചേരാൻ സാധ്യത കാണുന്നു. അതെന്താണെന്നും ഏത് ദിവസമാണ് നിങ്ങളുടെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും ഭാഗ്യം ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന സമയം ഏതാണെന്നും ഈ വീഡിയോയുടെ അവസാനം വരെ കണ്ടാൽ മാത്രമേ മനസ്സിലാകൂ. ഓഗസ്റ്റ് 2 മുതൽ 9 വരെ മകരം രാശിക്കാർക്ക് ഗ്രഹനിലകൾ പൊതുവെ അനുകൂലമായ മാറ്റങ്ങളുടെ സൂചനയാണ് കാണുന്നത്. ഏറെ നാളായി നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടന്നിരുന്ന ഒരു ആഗ്രഹം യാഥാർത്ഥ്യമാകാനുള്ള സാഹചര്യങ്ങൾ ഈ വാരം രൂപപ്പെടുന്നു. ചിലരുടെ ജീവിതത്തിൽ പുതിയ ജോലി, ചിലർക്ക് സാമ്പത്തിക പുരോഗതി, മറ്റു ചിലർക്ക് കുടുംബ സമാധാനം എന്നിവ ലഭിക്കാനുള്ള സാധ്യത ഈ വാരം കാണുന്നു. എല്ലാ തീരുമാനങ്ങൾ ആലോചിച്ച് മാത്രം എടുക്കേണ്ട ആഴ്ച കൂടിയാണിത്. ആവേശത്തിൽ എടുത്ത തീരുമാനങ്ങൾ പിന്നീട് തിരുത്തേണ്ട സാഹചര്യം വരാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ജോലി ചെയ്യുന്നവർക്ക് മേലധികാരികളുടെ അംഗീകാരം ലഭിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ അവസരങ്ങൾ ഈ വാരം നിങ്ങൾക്ക് ലഭിക്കും. സഹപ്രവർത്തകരിൽ നിന്ന് പിന്തുണ ലഭിക്കുന്നതോടൊപ്പം ചെറിയ അസൂയയും അവർക്ക് ഉണ്ടാകും. അതിനാൽ നിങ്ങളുടെ പരാതികൾ എല്ലാവരോടും തുറന്നു പറയാതിരിക്കുന്നതാണ് ഈ വാരം നല്ലത്. പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിച്ചാലും ആത്മവിശ്വാസത്തോടെ ഏറ്റെടുക്കുക. അതിൻ്റെ ഫലം ഭാവിയിൽ വലിയ നേട്ടങ്ങളായി നിങ്ങൾക്ക് ലഭിക്കും. ബിസിനസ് ചെയ്യുന്നവർക്ക് പുതിയ ഓർഡറുകൾ, പുതിയ കസ്റ്റമേഴ്സ്, പഴയ കുടിശ്ശികകൾ എന്നിവ ലഭിക്കാൻ ഈ വാരം അനുകൂലമായ ഫലങ്ങൾ നൽകുന്നു. പങ്കാളിത്ത ബിസിനസ്സിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാമെങ്കിലും ക്ഷമയോടെ സംസാരിച്ചാൽ പരിഹരിക്കാൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുമ്പ് എല്ലാ രേഖകളും നിങ്ങൾ പരിശോധിക്കുക. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ഈ ആഴ്ച നല്ല വാർത്തകൾ ലഭിക്കാം. മുമ്പ് നൽകിയ അപേക്ഷകളിൽ ഈ ആഴ്ച നിങ്ങൾക്ക് അനുകൂലമായ തീരുമാനം ഉണ്ടാകുന്നതായിരിക്കും. വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂല നീക്കങ്ങൾ ഈ വാരം ആരംഭിക്കാം. സാമ്പത്തിക കാര്യങ്ങൾ വരുമാനം മെച്ചപ്പെടുമെങ്കിലും ചെലവുകൾ വർദ്ധിക്കാൻ ഈ വാരം സാധ്യത കാണുന്നു. വീടുമായി ബന്ധപ്പെട്ട ചില ചെലവുകൾ, വാഹന ചെലവുകൾ, ചികിത്സാ ചെലവുകൾ എന്നിവ ഈ വാരം പ്രതീക്ഷിക്കാത്ത സാമ്പത്തിക സഹായമോ കുടിശ്ശിക പണമോ ലഭിക്കാനും ഈ വാരം കാണുന്നു. കടം കൊടുക്കുന്നതിലും വാങ്ങുന്നതിലും ഈ വാരം ശ്രദ്ധ വേണം. കുടുംബജീവിതത്തിൽ സമാധാനം വർദ്ധിക്കുന്നതായി ഈ വാരം കാണുന്നു. കുടുംബാംഗങ്ങളുടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഈ വാരം നിങ്ങൾക്ക് അവസരം ലഭിക്കും. തെറ്റിദ്ധാരണകൾ സംസാരത്തിലൂടെ പരിഹരിക്കാൻ നിങ്ങൾക്ക് ഈ വാരം സാധിക്കും. മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഈ വാരം നൽകുക. ദൂരെയിരിക്കുന്ന ബന്ധുക്കളിൽ നിന്ന് സന്തോഷ വാർത്ത ലഭിക്കാനും ഈ വാരം സാധ്യത കാണുന്നു. പ്രണയബന്ധത്തിലുള്ളവർക്ക് ഈ വാരം ബന്ധം കൂടുതൽ ശക്തമാകുന്ന ഒരു സമയമാണ്. പരസ്പര വിശ്വാസം ഈ വാരം വർദ്ധിക്കുന്നു. വിവാഹാലോചന നടക്കുന്നവർക്ക് അനുകൂലമായ നീക്കങ്ങൾ ഈ വാരം പ്രതീക്ഷിക്കാം. അനാവശ്യ സംശയങ്ങൾ ബന്ധത്തെ ബാധിക്കാതിരിക്കാൻ ഈ വാരം നിങ്ങൾ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്ന ഒരു വാരമാണ്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ കൂടുതൽ സമയം പഠനത്തിനായി ഈ വാരം മാറ്റിവെക്കേണ്ടതാണ്. അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഈ വാരം നല്ല ഫലം നിങ്ങൾക്ക് നൽകും. ആരോഗ്യകാര്യങ്ങളിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഉറക്കക്കുറവ്, ക്ഷീണം, മുട്ടുവേദന, ദഹന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ എന്നിവ ഈ വാരം അനുഭവപ്പെടാം. സമയത്ത് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ പ്രാർത്ഥനയും ധ്യാനവും ഈ ആഴ്ച നിങ്ങൾക്ക് സഹായകരമാകും. മകരം രാശിയിലെ ഉത്രാടം, തിരുവോണം, അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ചയുടെ ഫലങ്ങളിൽ ചെറിയ വ്യത്യാസങ്ങൾ കാണാം. ഉത്രാട നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായ നേട്ടങ്ങൾ ഈ വാരം കൂടുതലായിരിക്കും.
തിരുവോണം നക്ഷത്രക്കാർക്ക് കുടുംബ സന്തോഷവും സാമ്പത്തിക പുരോഗതിയും ഈ വാരം ലഭിക്കാം. അവിട്ടം നക്ഷത്രക്കാർക്ക് പുതിയ അവസരങ്ങളും യാത്രകളും ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധ്യത കാണുന്നു. ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ ചില കാര്യങ്ങൾ പതുക്കെയായിരിക്കും മുന്നോട്ട് പോകുക. എന്നാൽ ബുധനാഴ്ചയ്ക്ക് ശേഷം സാഹചര്യങ്ങൾ അനുകൂലമായി മാറിത്തുടങ്ങും. വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും പ്രത്യേകിച്ച് സാമ്പത്തികവും തൊഴിൽപരവുമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലായെന്ന് കാണുന്നു. ഈ ദിവസങ്ങളിൽ ലഭിക്കുന്ന അവസരങ്ങൾ നിങ്ങൾ അവഗണിക്കരുത്, പാഴാക്കരുത്. ആത്മീയമായി ഈ ആഴ്ചയുടെ വളരെ ശക്തമാണ്. ശനിയാഴ്ച ശനീശ്വര പ്രാർത്ഥന നടത്തുന്നതും ഹനുമാൻ ചാലിസ, വിഷ്ണു സഹസ്രനാമം എന്നിവ ജപിക്കുന്നതും നല്ല ഫലം നിങ്ങൾക്ക് നൽകും. എള്ളെണ്ണ വിളക്ക് തെളിയിക്കുന്നതും കറുത്ത എള്ള് ദാനം ചെയ്യുന്നതും അനുകൂലമായ ഊർജം വർദ്ധിപ്പിക്കും എന്ന് വിശ്വസിക്കുന്നു. ഈ ആഴ്ച നിങ്ങളുടെ ഭാഗ്യനിറം നീലയാണ്. ഭാഗ്യസംഖ്യ 8. ഭാഗ്യദിനം ശനിയാഴ്ച. ഈ ദിവസങ്ങളിൽ ആരംഭിക്കുന്ന നല്ല കാര്യങ്ങൾക്ക് ദീർഘകാലം നേട്ടം ലഭിക്കാൻ നിങ്ങൾ സാധ്യത ഉണ്ട്. ഇനി അവസാനം പറയാനുള്ളത്, മകരം രാശിക്കാരുടെ ജീവിതത്തിൽ ഈ ആഴ്ച ഒരു വഴിത്തിരിവിൻ്റെ തുടക്കമാകാം. ക്ഷമയും ആത്മവിശ്വാസവും കൈവിടാതെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് പ്രതീക്ഷിച്ചതിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർക്കുക, അവസരങ്ങൾ വാതിൽ വന്ന് തട്ടുമ്പോൾ ഭയം കാരണം പിന്നോട്ട് പോകരുത്. ഈ ആഴ്ച ധൈര്യത്തോടെ മുന്നോട്ട് പോകുന്ന മകരം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു മനോഹരമായ ആഴ്ച ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.